വെൽക്കം ടു 7 ഡേ മിറക്കിൾസ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ എല്ലാ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു നീറ്റലായി അവശേഷിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നൽകുന്ന സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് അവർ തിരിച്ചു സ്നേഹിക്കണം എന്ന വ്യവസ്ഥയിലല്ല. പക്ഷേ മനുഷ്യരല്ലേ, ആഗ്രഹിച്ചു പോവും. ആകാശത്തിനും മഴയോടും പുഴയ്ക്ക് കടലിനോടും തോന്നുന്ന ആ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും. പക്ഷെ ചിലപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്താ? അവഗണനയോ നിശബ്ദതയോ ഒക്കെ ആയിരിക്കാം. നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടാകാം, കണ്ണീർ വാർത്തിട്ടും ഉണ്ടാകാം. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാ: നിങ്ങളുടെ സ്നേഹം പാഴായി പോയിട്ടില്ല. സ്നേഹിക്കാൻ കഴിയുക എന്നത് ഒരു ബലഹീനതയല്ല, അതൊരു സൂപ്പർ പവറാ. ഈ ലോകത്ത് എല്ലാവർക്കും മറ്റൊരാളെ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങളത് ചെയ്തു, അവിടെ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന്റെ വേദനയെ എങ്ങനെ നമ്മുടെ കരുത്താക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കിയാലോ? നിങ്ങൾ തനിച്ചല്ല, നമുക്ക് ഒന്നിച്ച് യാത്ര തുടങ്ങാം. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അറിയാതെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് കാണുന്നത്. ഞാൻ ഇത്ര കൊടുത്താൽ എനിക്ക് ഇത്ര തിരിച്ചു കിട്ടണം എന്നൊരു കണക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകും. എന്നാൽ സ്നേഹം എന്നതേ കണക്ക് പുസ്തകമാണോ? അല്ലല്ലോ. സ്നേഹം ഒരു ഒഴുക്കല്ലേ. നമ്മൾ നൽകുന്ന സ്നേഹം മറ്റൊരാൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സ്നേഹം പാഴായിപ്പോയി എന്നല്ല, മറിച്ച് അത് സ്വീകരിക്കാനുള്ള പാത്രം അവരുടെ പക്കൽ ഇല്ല എന്നതാ. നമ്മുടെ സ്നേഹം നമ്മുടെ മൂല്യത്തെയാണ് കാണിക്കുന്നത്, അവരുടെ പ്രതികരണം അവരുടെ സംസ്കാരത്തെയും. അതുകൊണ്ട് തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് മുന്നിൽ സ്വയം തരം താഴ്ത്തരുത് കേട്ടോ. നമ്മൾ സ്നേഹിക്കുമ്പോൾ തോൽക്കുന്നത് സ്നേഹത്തിലല്ല, മറിച്ച് നമ്മുടെ പ്രതീക്ഷകളില്ല. ഞാൻ ഇത്രയും സ്നേഹിച്ചില്ലേ, അപ്പോൾ അവരും എന്നെ സ്നേഹിക്കണ്ടേ എന്ന ചിന്തയാ എല്ലാ വേദനയുടെയും തുടക്കം. സ്നേഹത്തെ നമ്മൾ ഒരു കച്ചവടമായി കാണരുത്. ഒരു പൂ വിരിയുന്നത് ആരെങ്കിലും അത് കാണുമെന്ന് കരുതിയാണോ? അല്ലല്ലോ, മറിച്ച് വിരിയുക എന്നത് അതിൻ്റെ സ്വഭാവമായതുകൊണ്ടാണ്. അതുപോലെയാകണം നമ്മുടെ സ്നേഹം. മറ്റൊരാളിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നത് നിർത്തുക എന്നർത്ഥം അവരെ വെറുക്കുക എന്നല്ല. പകരം നമ്മുടെ സമാധാനം മറ്റൊരാളുടെ മറുപടിയിലോ പെരുമാറ്റത്തിലോ അല്ല എന്ന് ഉറപ്പിക്കുക. സ്നേഹം എന്നത് മഴ പോലെയാ, അത് പെയ്യും. ചിലപ്പോൾ മണ്ണിൽ, ചിലപ്പോൾ പാറയിൽ. പാറയിൽ പെയ്യുന്ന മഴ പാഴായി എന്ന് നമുക്ക് തോന്നാം, പക്ഷെ ആ മഴ വായുവിനെ തണുപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്നേഹം മറ്റൊരാൾ കണ്ടില്ലെങ്കിലും അത് നമ്മളെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സ്നേഹത്തിന് പകരം സ്നേഹം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു ശൂന്യത നികത്താനാണ്. നമ്മെ സ്നേഹിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് അത് മറ്റൊരാൾ ചെയ്തു തരുമെന്ന് നമ്മൾ മോഹിക്കും. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന നിമിഷം പുറത്തു നിന്നുള്ള സ്നേഹത്തിനായുള്ള നിങ്ങളുടെ ദാഹം കുറയും. മറ്റൊരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ വിഷമം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമാകരുത്. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിലുള്ള റിമോട്ട് കൺട്രോൾ പോലെ വിട്ടുകൊടുക്കരുത്. ഇന്ന് മുതൽ ഒരു കാര്യം ചെയ്യുക: മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യൂ. നല്ല ഡ്രസ്സ് ധരിക്കുക, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഒറ്റയ്ക്കൊരു യാത്ര പോവുക. നിങ്ങളെ സ്നേഹിക്കാൻ മറ്റൊരാൾ വരണം എന്ന് നിർബന്ധം പിടിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ലോകം നിങ്ങളെ നോക്കുന്ന രീതി മാറും. ആത്മവിശ്വാസമുള്ള ഒരാളെ അവഗണിക്കാനേ ആർക്കും അത്ര എളുപ്പത്തിലൊന്നും കഴിയില്ല. ലോകം വളരെ വലുതാ. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് മൂല്യം നൽകുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവരെ കണ്ടെത്തണമെങ്കിലേ നിങ്ങൾ പഴയ വേദനകളിൽ നിന്ന് മോചിതരായേ തീരൂ. തിരിച്ചു കിട്ടാത്ത സ്നേഹം തരുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് അറിയാവോ? അത് അതിരുകൾ നിശ്ചയിക്കുക എന്നതാ. എവിടെ നിർത്തണമെന്ന് നമ്മൾ പഠിക്കണം. ഒരാൾ നിങ്ങളെ ആവർത്തിച്ച് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല. അവരെ വേദനിപ്പിക്കാൻ അനുവദിക്കുന്നത് നിങ്ങളുടെ തെറ്റാ. മതിലുകൾ കെട്ടാനല്ല കേട്ടോ ഞാൻ പറയുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള വാതിൽ എല്ലാവർക്കുമായി തുറന്നിടരുത് എന്നാ. അർഹതയില്ലാത്തവർക്ക് നിങ്ങളുടെ സ്നേഹം നൽകുന്നത് കടലിൽ പഞ്ചസാര കലക്കുന്ന പോലെയാ. എത്ര കലക്കിയാലും കടൽ മധുരിക്കില്ല. നമ്മുടെ കയ്യിലുള്ള പഞ്ചസാര തീരുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സ്നേഹം അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക. നിങ്ങളെ സ്നേഹിക്കാത്തവരുടെ പിന്നാലെ ഓടി നിങ്ങളുടെ വില കളയരുത് കേട്ടോ. നിങ്ങൾ ഓടുന്നു നിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയൂ. വേദന എന്നത് ഒരു വളമാണ്. അത് നിങ്ങളെ തളർത്താനല്ല, വളർത്താനുള്ളതാ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഏകാന്തത നിങ്ങളെ സ്വയം കണ്ടെത്താൻ സഹായിക്കും. ലോകപ്രശസ്തരായ പല കലാകാരന്മാരും എഴുത്തുകാരും അവരുടെ മികച്ച സൃഷ്ടികൾ നടത്തിയത് ഹൃദയം തകർന്ന സമയത്താ. ആ വേദനയെ അവർ ക്രിയേറ്റിവിറ്റി ആക്കി. കരയുന്നതിൽ തെറ്റില്ല, പക്ഷേ കരഞ്ഞുകൊണ്ടേയിരിക്കരുത്, കരഞ്ഞു തീർക്കരുത്. ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങളുടെ ഉള്ളിലെ പഴയ ബലഹീനതകളെ കഴുകിക്കളയട്ടെ.
എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നതിൽ നിന്ന് എനിക്ക് ആരുമില്ലെങ്കിലും സന്തോഷമായി ജീവിക്കാൻ കഴിയും എന്ന നിലയിലേക്ക് നിങ്ങൾ വളരണം. ആ വളർച്ചയാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. നിങ്ങളെ വേണ്ട എന്ന് വെച്ചവർ പിന്നീട് ഒരിക്കൽ ഓർക്കണം, ഇത്രയും നല്ലൊരു വ്യക്തിയാണല്ലോ ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്ന്. നമ്മുടെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. ഓരോ പരാജയപ്പെട്ട സ്നേഹബന്ധവും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ ക്ഷമ, കരുത്ത്, വിട്ടുവീഴ്ചകൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. തിരിച്ചു കിട്ടാത്ത സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത് നോ പറയാനും അർഹതയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരാനുമാണ്. സ്നേഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് സ്വാഭാവികമായി ഒഴുകി വരേണ്ടതാണ്. നിർബന്ധിച്ചു വാങ്ങുന്ന സ്നേഹം അധികകാലം നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കൂ. ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ നൽകിയ സ്നേഹം ഒരിക്കലും വെറുതെ ആകില്ല. പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് ഏത് രൂപത്തിലായാലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇന്ന് നിങ്ങൾ സ്നേഹിച്ച ആൾ അത് നൽകുന്നില്ലായിരിക്കാം, പക്ഷേ മറ്റൊരാളിലൂടെയോ മറ്റേതെങ്കിലും രൂപത്തിലെയോ ആ സ്നേഹം നിങ്ങളെ തേടി വരും. സ്നേഹിക്കാൻ കഴിയുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ചെയ്യാൻ കഴിഞ്ഞ നിങ്ങൾ ഭാഗ്യവാനാ. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നമ്മെ സ്നേഹിക്കാനേ നമുക്ക് നമ്മളില്ലേ? മൈ ഡിയർ ഫ്രണ്ട്, സ്നേഹം നൽകുക എന്നത് നിങ്ങളുടെ കടമയാണ്. അത് തിരിച്ചു കിട്ടുക എന്നത് നിങ്ങളുടെ ഭാഗ്യവും. ഭാഗ്യമില്ല എന്ന് കരുതി സ്നേഹിക്കുന്നത് നിർത്തരുത്. ഈ പ്രപഞ്ചം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും പ്രകൃതിയും ഒക്കെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. സോ ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണുകൾ മെല്ലെ അടച്ച് സ്വയം പറയൂ, ഞാൻ സ്നേഹിക്കാൻ യോഗ്യനാ. എൻ്റെ സ്നേഹം വലിയൊരു നിധിയാ. അത് തിരിച്ചറിയാത്തവർക്ക് അത് നൽകാൻ എനിക്ക് കഴിയില്ല. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ നിശബ്ദതയെ പോലും സ്നേഹിക്കുന്ന ഒരാൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുവരെ ധൈര്യമായിരിക്കൂ, പുഞ്ചിരിക്കൂ. സ്നേഹം ഒരിക്കലും തോൽക്കില്ല, സ്നേഹിക്കുന്നവരും തോൽക്കില്ല. നിങ്ങൾക്കൊപ്പം എന്നും നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് accept the miracles right now.